അൻപോടെ 50 നാൾ ക്രൂശുമായി നിൻ വഴിയേ തളരാതെ നീങ്ങാൻ നിൻ കൃപയേകണമേ. സഹനത്തിൽ സ്നേഹം നിറയുമ്പോൾ മുറിവും തീരുമുറിവായിടുന്നു. നീയും ക്രൂശിതനായിടുന്നു. ആൾക്കൂട്ടം പലപ്പോഴും അത്ര ജെനുവിനല്ല. പീലാത്തോസ് ഒരാൾക്കൂട്ടത്തോട് ചോദിക്കുന്നുണ്ട്, ക്രിസ്തുവിനെ വേണോ ബറാബാസിനെ വേണോ എന്ന്. ആൾക്കൂട്ടം ആർത്തു വിളിക്കും, ബറാബാസിനെ വേണമെന്ന്. അവനെ ക്രൂശിക്കുക എന്ന കൊലവിളിയാണ് ആൾക്കൂട്ടം നടത്തുന്നത്. പീലാത്തോസ് ചില്ലറക്കാരനല്ല. അയാൾ റോമ സാമ്രാജ്യത്തിൻ്റെ പാലസ്തീൻ പ്രൊവിൻസിൻ്റെ 6ാമത്തെ ഗവർണറാണ്. അയാൾക്കറിയാം അടിച്ചൊതുക്കാനും പിടിച്ചു നിരത്താനൊക്കെ. പല വർഗീയ ലഹളകളെയും അടിച്ചൊതുക്കിയ ചരിത്രമുണ്ട് പീലാത്തോസിന്. എന്നിട്ടും പീലാത്തോസ് ആൾക്കൂട്ടത്തിലേക്ക് ഈ ചോദ്യം എറിയുന്നതിൻ്റെ കാരണം പീലാത്തോസിന് കിട്ടേണ്ട ഉത്തരം അവരിൽ നിന്ന് കിട്ടാൻ വേണ്ടിയാണ്. അയാളുടെ ആഗ്രഹമാണ് അത്. ആ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ആൾക്കൂട്ടത്തിലേക്ക് നമ്മൾ ചേരുന്നു എന്നുള്ളതാണ്. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഉത്തരങ്ങളുള്ള ആൾക്കൂട്ടത്തിലേക്ക് നമ്മൾ ചേരുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒരുപാട് മനുഷ്യരെ അടുപ്പിക്കുന്നതിനേക്കാൾ അധികമായിട്ട് മനുഷ്യരെ തമ്മിൽ വർഗീയതയുടെയും മറ്റ് വിദ്വേഷങ്ങളുടെയും പേരിൽ അകറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് നമ്മൾ ഏത് ആൾക്കൂട്ടത്തിനൊപ്പമാണ്. ഫേസ്ബുക്കും വാട്സപ്പിലൊക്കെയുള്ള ചില കൂട്ടായ്മകൾ പലപ്പോഴും അപരവിദ്വേഷത്തിൻ്റെ കൊല വിളിയിടങ്ങളാണ്. അവനെ ക്രൂശിക്കുക എന്ന് പറയാൻ വേണ്ടി മാത്രം നമ്മൾ പല ഗ്രൂപ്പുകളിലും ചെന്ന് ചേർന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മാറണം. സ്നേഹിക്കുന്നവനാണ് ക്രിസ്തു. സ്നേഹത്തിൻ്റെ ആൾക്കൂട്ടം ഒരു വേള ചെറിയ അജഗണമായിരിക്കാം, വലിയ അജഗണങ്ങളൊന്നും ആവണ്ട. ഭൂരിപക്ഷമല്ല പലപ്പോഴും ശരി. ന്യൂനപക്ഷത്തിനും ശരികളുണ്ട്. അവർക്ക് സത്യമുണ്ട്, നീതിയുണ്ട്. ആത്യന്തികമായിട്ട് സത്യവും നീതിയുമാണ് വിജയിക്കേണ്ടത്. ഒറ്റുന്നതും ഒറ്റപ്പെടുത്തുന്നതും ആൾക്കൂട്ടമാണ്. നമ്മൾ ഏത് ആൾക്കൂട്ടത്തിലാണ് ചെന്നപ്പെട്ടിരിക്കുന്നത്? സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ആൾക്കൂട്ടത്തിലാണോ, അതോ അവനെ ക്രൂശിക്കുക എന്ന കൊലവിളിയുടെ ആൾക്കൂട്ടത്തിലാണോ?